ഹായ് ഫ്രണ്ട്സ്. കൊറോണ വൈറസ് ഇന്ത്യയിലെ ഇന്ത്യയിലെ വേനൽ ചൂടിൽ അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ വേനൽ ചൂടിൽ സർവൈവ് ചെയ്യില്ല എന്നും അതുകൊണ്ട് ഇന്ത്യക്കാർ കൊറോണ വൈറസിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നുമാണ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവായ ശ്രീ കെ മുരളീധരൻ നൽകിയ ഒരു ഉപദേശം. അദ്ദേഹം ഏതോ ഒരു പ്രസ് മീറ്റിങ്ങിലോ ഒരു TV ഇന്റർവ്യൂവിലോ മറ്റോ ആണ് ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഉപദേശം കൊറോണ വൈറസിനോ നാട്ടുകാർക്കോ യാതൊരു ഉപദ്രവവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അത് ചിരിച്ചു കളയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നലെ, അതായത് ഏപ്രിൽ 24-ന് ഒരു പൊതുവേദിയിൽ വെച്ച് സർ ചേറ്റു ശങ്കരൻ നായർ സ്മരണ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാനുള്ള ഒരു മീറ്റിംഗിൽ വെച്ച് ശ്രീ കെ മുരളീധരൻ അദ്ദേഹത്തെ പറ്റി പറയുന്ന ചില പ്രസ്താവനകൾ അത് അങ്ങേയറ്റം ദുഃഖകരവും ഖേദകരവുമാണ്. ആ മീറ്റിംഗിൽ ശ്രീ കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എന്തുകൊണ്ടാണ് സർ ശങ്കരൻ നായരെ പാർശ്വവൽക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്തത് എന്നുള്ളതിനുള്ള കാരണമാണ്. അദ്ദേഹം പറയുന്നത് സർ ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയോട് എടുത്ത കടുത്ത വിയോജിപ്പാണ്, ഗാന്ധിയൻ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പാണ് സർ ശങ്കരൻ നായരെ പാർശ്വവൽക്കരിക്കുവാൻ കാരണമായത് എന്നാണ് ശ്രീ മുരളീധരൻ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, കാരണം ഇത് ഒരു ചരിത്ര വസ്തുതയാണ്. സർ ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയുടെ നയങ്ങളോട് കടുത്ത എതിർപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം അത് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഓപ്പണായിട്ട് പുസ്തകവും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വസ്തുതയുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്ന 1-2 സ്റ്റേറ്റ്മെന്റ്സ് അങ്ങേയറ്റം റിപ്രഹെൻസിബിൾ ആയിട്ടുള്ള 1-2 പ്രസ്താവനകളാണ്. അദ്ദേഹം പറയുന്നത് 1897 ആ വർഷമാണ് സർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. 13ാമത്തെ പ്രസിഡന്റായിട്ട് അമരാവതി കോൺഗ്രസിന്റെ 13ാമത്തെ പ്രസിഡന്റ് ആവുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫിൽ വളരെ നേട്ടങ്ങൾ വരുന്നത് എന്ന രീതിയിലാണ് ശ്രീ മുരളീധരൻ ധരിപ്പിക്കുന്നത്. 1906 മുതൽ 1908 വരെ അദ്ദേഹം മദ്രാസ് പ്രോവിൻസിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. പിന്നെ 1908 മുതൽ 1915 വരെ അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയാവുന്നു. പിന്നെ 15-ൽ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകുന്നു. ഇതൊക്കെ കരിയർ അച്ചീവ്മെന്റ്സ് ഒക്കെ അദ്ദേഹം നേടുന്നത് 1897-ൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. അദ്ദേഹം ധരിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ശ്രീ മുരളീധരൻ ധരിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അതിനുശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓഫർ ചെയ്ത് പ്രീണിപ്പിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് വശത്തേക്ക് ചായുകയും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഗാന്ധിജിയോടുള്ള വിമർശനവും അദ്ദേഹത്തിന്റെ നയപരിപാടിയോടുള്ള എതിർപ്പും ഒക്കെ ആണെന്നുള്ള ധ്വനിയാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, 1897-ലെ ഈ പ്രസിഡന്റ്ഷിപ്പിന് അതിനുശേഷം അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി എന്തൊക്കെയോ ഒത്തുതീർപ്പിലെത്തിയെന്നും അതിനെക്കുറിച്ച് നമ്മളൊരു ഗവേഷണം നടത്തണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം. ഗവേഷണമൊക്കെ നടത്താം, അതിനുള്ള സ്വാതന്ത്ര്യം ശ്രീ മുരളീധരനുണ്ട്. പക്ഷേ ഇങ്ങനെ വളരെ വളരെ അബദ്ധജടിലമായ ഒരു വിമർശനം ഒരു ചരിത്ര പുരുഷനെതിരെ ഉയർത്തുന്നതിന് മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, വളരെ എലിമെന്ററി ആയിട്ടുള്ള ഒരു വായനയെങ്കിലും അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് നടത്തേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊരു വ്യക്തിത്വത്തെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറയുവാൻ പാടുള്ളതല്ല. ഇവിടെ രസകരമായൊരു സംഗതി, അദ്ദേഹത്തിനൊപ്പം തന്നെ ശ്രീ കെ മുരളീധരനൊപ്പം തന്നെ വേദിയിലുണ്ടായിരുന്ന ശ്രീ TN പ്രതാപൻ, മുതിർന്ന കോൺഗ്രസ് നേതാവായ TN പ്രതാപൻ നേരെ മറിച്ചൊരു സ്റ്റാൻഡാണ് എടുത്തത്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൽ എന്നും എതിർപ്പുകളെ ഒരിക്കലും അടിച്ചമർത്തിയിട്ടില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. നേതൃത്വത്തിനെതിരെ എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാം. അങ്ങനെ മഹാത്മാഗാന്ധിക്കെതിരെ ധൈര്യപൂർവ്വം വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു നേതാവാണ്, ഒരു ലീഡറാണ് സർ ശങ്കരൻ നായർ എന്നാണ്. അത് വളരെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കണക്കാണ് ശ്രീ TN പ്രതാപൻ പറയുന്നത്. പക്ഷേ അതിന്റെ കൂടെ ശ്രീ TN പ്രതാപൻ ആഡ് ചെയ്യുന്നത്, ഇന്ന് പലരും ശ്രീ ചേറ്റു ശങ്കരൻ നായരുടെ വേരുകൾ തേടി പോകുന്നുവെന്ന് അദ്ദേഹം പരിഹാസ രൂപേണ പറയുന്നുമുണ്ട്. പക്ഷേ മുരളീധരനും ശ്രീ TN പ്രതാപനും ഒത്തുചേരുന്ന ഒരു കാര്യം, ഒരുമിച്ച് യോജിക്കുന്ന ഒരു കാര്യം, ശ്രീ ചേറ്റു ശങ്കരൻ നായരെ ഇപ്പോൾ BJP-ക്കാരും ഈ കോൺഗ്രസ്സുകാർ സംഘികൾ എന്ന് വിളിക്കുന്ന ആൾക്കാരും ചേർന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നുവെന്നും അതെന്തായാലും കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല എന്നുമാണ്. ശ്രീ കെ മുരളീധരന്റെയും ശ്രീ TN പ്രതാപന്റെയും ഈ പ്രസ്താവനകളിൽ നിന്ന് നമ്മൾ ജനങ്ങൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? കോൺഗ്രസിന് സർ ശങ്കരൻ നായരെ വേണമെന്നാണോ വേണ്ട എന്നാണോ, അതോ വേണ്ട എന്നാണോ? നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അവർക്ക്
മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന ഒരു മാനസികാവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ സർ ശങ്കരശങ്കരത്തെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള ഒറ്റ കാരണം അദ്ദേഹം എന്ന് പറയുന്ന ഒരു യുഗപ്രഭാവനായ ഒരു മനുഷ്യന്റെ സ്റ്റേച്ചറും, അത് കാരണം അദ്ദേഹത്തെ നിഷേധിക്കാൻ പറ്റില്ല. അതേസമയം മഹാത്മാഗാന്ധിയെ എതിർത്തത് കൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളുവാനും പറ്റില്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് തന്നെ എത്രമാത്രം അബദ്ധജടിലവും എന്താ പറയുക, ഒരു ഹിപ്പോക്രസിയുമാണെന്ന് നമുക്ക് ഒന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ പറ്റും. എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് മഹാത്മാഗാന്ധിയെ വിമർശിക്കുന്നത് ഒരു വലിയ പാപമാണോ, ഒരു വലിയ തെറ്റാണോ? അങ്ങനെ ഒരു സംഗതി കോൺഗ്രസിന്റെ ഭരണഘടനയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണോ? ഗാന്ധിക്കെതിരെ, മഹാത്മാഗാന്ധിയുടെ നയപരിപാടികൾക്കെതിരെ ആർക്കും വിമർശനം ഉന്നയിക്കുവാൻ പാടില്ലാത്തതാണോ? അങ്ങനെ ഉയർത്തിയിട്ടുള്ള നേതാക്കന്മാരില്ലേ? സർ ശങ്കരൻ നായരെക്കാളും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുള്ള നേതാക്കന്മാരുണ്ട് ഗാന്ധിയെ. എന്തുകൊണ്ടാണ് അവർക്കാർക്കും അവരോടൊന്നും ചെയ്യാത്ത ഒരു നയം സർ ശങ്കരൻ നായരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്തത്? ഈ ഒരു ചോദ്യം വളരെ പ്രസ്താവ്യമാണ്. അതിന് ശ്രീ കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴെങ്കിലും ഉത്തരം പറയേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്. ഇവിടെ നോക്കുക, മഹാത്മാഗാന്ധിയെക്കുറിച്ച് വിമർശിച്ചിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. നേതാക്കളും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മഹാന്മാരും ഉണ്ടായിരുന്നു. 1919-20 കാലഘട്ടങ്ങളിലാണ് ഈ ഖിലാഫത്ത് മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനവും എല്ലാം ഒത്തുചേർന്ന് കൊണ്ടുപോകുവാനായി മഹാത്മാഗാന്ധി തീരുമാനിക്കുന്നത്. അതിനെ കഠിനമായി എതിർത്തിട്ടുള്ള ആളാണ് ഗുരുജി ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ, ഇന്ത്യയുടെ മഹാകവി. ഗാന്ധിജിയോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ടാഗോർ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ നയപരിപാടികളെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ആളാണ് മഹാകവി. പക്ഷേ ഇവിടെ ഓർക്കുക, രവീന്ദ്രനാഥ് ടാഗോറിനെ തള്ളിപ്പറയുവാൻ കോൺഗ്രസ് ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പെട്ടെന്ന് വളരെ അബ്രപ്റ്റായി തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ വളരെ എതിർപ്പുണ്ടാക്കിയ ഒരു സംഗതിയാണ്. പല കോൺഗ്രസ് നേതാക്കളും അതിനെ കഠിനമായി എതിർത്തു. ഇവിടെ ഓർക്കുക, ശ്രീ മോത്തിലാൽ നെഹ്റുവും ദേശബന്ധു ചിത്തരഞ്ജൻ ദാസും ഈ ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസ് വിട്ട് സ്വരാജ്യ പാർട്ടി ഉണ്ടാക്കിയ ആൾക്കാരാണ്. മോത്തിലാൽ നെഹ്റു പിൽക്കാലത്ത് തിരിച്ചു വരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അവർക്കെതിരെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാൻ അല്ലെങ്കിൽ അവരെ സൈഡ് ലൈൻ ചെയ്യുവാൻ എന്തുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും മുതിർന്നിട്ടില്ല? ഇനിയുമുണ്ട് വ്യക്തിത്വങ്ങൾ. നോക്കുക, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. തുടർച്ചയായിട്ടുള്ള 2 ഇലക്ഷനിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു കയറിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട്. അതിൽ 2ാമത്തെ ഇലക്ഷൻ അദ്ദേഹം മഹാത്മാഗാന്ധി സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിലെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചാണ് പ്രസിഡന്റ് ആവുന്നത്. അതിനുശേഷം ഗാന്ധിജിയുടെയും അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിന്റെ എതിർപ്പ് കാരണം അദ്ദേഹത്തിന് ആ സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു, രാജിവെച്ച് പോകേണ്ടി വന്നു. പിൽക്കാലത്ത് അത് കോൺഗ്രസ് വിട്ടു. അദ്ദേഹത്തിന് തള്ളിപ്പറയുവാൻ ഈ പറഞ്ഞ ശ്രീ മുരളീധരൻ തയ്യാറാവുമോ? ഇനിയുമുണ്ട് ശ്രീ വിത്തൽഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ മൂത്ത സഹോദരൻ. അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വളരെ അടുത്ത സുഹൃത്തും സഹയാത്രികനുമായിരുന്നു. അദ്ദേഹവും ഗാന്ധിജിയോട് യോജിക്കുവാൻ വയ്യാത്ത ഒരു കാരണം കൊണ്ട് തന്നെ കോൺഗ്രസ് വിട്ട ആളാണ്. അത് ഗാന്ധിജിയുടെ ഐഡിയോളജിയുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട്. അദ്ദേഹത്തെ നിരാകരിക്കുവാൻ ശ്രീ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ തയ്യാറാകുമോ? ഗാന്ധി വിരോധം കൊണ്ട് മാത്രം. ഇനിയുമുണ്ട് വ്യക്തിത്വങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിരുന്ന സുരേന്ദ്രനാഥ് ബാനർജി, തേജ് ബഹദൂർ സപ്രു, ബിപിൻ ചന്ദ്രപാൽ, ഇവരൊക്കെ ഗാന്ധിജിയുടെ നയപരിപാടികളുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് അകന്നുപോയവരാണ്. ഇവരെയൊക്കെ പാർശ്വവൽക്കരിക്കുവാനോ അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് നിരാകരിക്കുവാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഇനി ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഗവൺമെന്റിൽ അംഗമായിരുന്നു അദ്ദേഹം ഒരിക്കലും ഗാന്ധിജിയുമായി അദ്ദേഹത്തിന്റെ നയപരിപാടികളുമായി ഒത്തുചേർന്ന് പോകുവാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിരുന്നു. സർ ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയെ വിമർശിച്ച അതേ ആസ്പെക്ട്സിൽ അതിനേക്കാളും എത്രയോ മടങ്ങ് തീവ്രതയോടെ പിൽക്കാലത്ത് മഹാത്മാഗാന്ധിയെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തെ നിരാകരിക്കുവാനും നിഷേധിക്കുവാനും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമോ? അദ്ദേഹത്തെ പാർശ്വവൽക്കരിക്കുവാനുള്ള ധൈര്യം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ? അങ്ങനെ പൊതുവേദികളിൽ വന്ന് പറയുവാനായി ശ്രീ മുരളീധരനെ പോലെയുള്ള നേതാക്കൾക്ക് ധൈര്യം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സർ ശങ്കരൻ നായരെ മാത്രം ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തി? അദ്ദേഹത്തിന് മാത്രം ചരിത്രത്തിൽ ഇടം നൽകാതിരിക്കുവാൻ കോൺഗ്രസ് ഇത്രയും ശ്രദ്ധ എന്തുകൊണ്ട് വച്ചു? വെറും ഗാന്ധിയോടുള്ള വിമർശനം അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമാണോ അത്?
ഒരിക്കലും ആയിരിക്കില്ല. ശ്രീ കെ മുരളീധരന്റെ ആക്ഷേപം എത്ര കണ്ട് അസത്യമാണെന്ന് അറിയണമെങ്കിൽ ശ്രീ ശങ്കരൻ നായരുടെ കരിയർ ഗ്രാഫ് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. അതിൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന ശ്രീ കെ മുരളീധരൻ പറഞ്ഞ 1897 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടം അതൊന്ന് പരിശോധിച്ചാൽ മതിയാകും ഈ പറയുന്ന ആക്ഷേപം എത്ര തെറ്റാണെന്ന്. 1880 സുത്തിർഹമാമിതം മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനായി സർ ശങ്കരൻ നായർ എത്തുന്നത്. ഓർക്കുക, അന്നത്തെ കാലമാണ്. അവിടെ അന്ന് മദ്രാസ് ഹൈക്കോടതി ബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബാരിസ്റ്റേഴ്സിന്റെയും പ്രഗത്ഭരായ ബ്രിട്ടീഷ് ബാരിസ്റ്റേഴ്സിന്റെയും തമിഴ് ബ്രാഹ്മണരായ പ്രഗത്ഭരായ അഭിഭാഷകരുടെയും മോണോപ്പൊളിയാണ്. ഭാഷ്യം അയ്യങ്കാർ, CR പട്ടാഭിരാമ അയ്യർ, അതായത് സർ CP രാമസ്വാമിയുടെ പിതാവ്, പിന്നെ S സുബ്രഹ്മണ്യ അയ്യർ തുടങ്ങിയ ഇന്ത്യൻ ലോയേഴ്സ്, ഏർലി നോട്ടിനെ പോലെയുള്ള പ്രഗത്ഭരായ ബ്രിട്ടീഷ് ബാരിസ്റ്റേഴ്സ്, ഈ ഭൂമികയിലേക്കാണ് സർ ശങ്കരൻ നായർ ചെന്നെത്തുന്നത്. ഇത് കൂടാതെ നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഗതി, മദ്രാസ് ബാർ അന്ന് എസ്പെഷ്യലി അവിടെ പ്രാക്ടീസ് ചെയ്ത ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണരും അബ്രാഹ്മണരും തമ്മിലുള്ള ഒരു ഡിവിഷൻ വളരെ രൂക്ഷമായിരുന്നു. അബ്രാഹ്മണരെ എല്ലാവരെയും ശൂദ്രന്മാരായി കാണുന്ന ഒരു പ്രവണത നിലനിന്നിരുന്ന ഒരു കാലമാണ് അന്ന്. അവിടേക്കാണ് മലയാളിയായ ബ്രാഹ്മണരുടെ ഭാഷ്യത്തിൽ ശൂദ്രനെന്ന് പറയപ്പെടുന്ന സർ ശങ്കരൻ നായർ ചെല്ലുന്നത്. പക്ഷേ തീക്ഷ്ണ ബുദ്ധിശാലി, വിശാലമായ ലോകവീക്ഷണം, ഈ രണ്ട് ക്വാളിറ്റീസും ഉണ്ടായിരുന്ന സർ ശങ്കരൻ നായർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ, ഒരു 7-8 കൊല്ലം കൊണ്ട് തന്നെ ഇവരുടെ ഒന്നാം നിരയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അഭിഭാഷകൻ എന്ന നിലയിൽ. അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ മദ്രാസ് പ്രസിഡൻസി മുഴുവൻ പരന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിൽ അദ്ദേഹത്തിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നുള്ള പല അഭിഭാഷകരും, ഏർലി നോട്ടിനെ പോലുള്ള അഭിഭാഷകർ ലോ ജേർണൽസിലൊക്കെ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒട്ടനവധി ക്യാരക്ടേഴ്സ്, അദ്ദേഹം കോടതിയെ ഡീൽ ചെയ്യുന്ന രീതി, കേസ് പ്രസന്റ് ചെയ്യുന്ന രീതി, ഓരോ നിയമപ്രശ്നങ്ങളെയും അനലൈസ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വളരെ യുണീക്കായിരുന്നു. അദ്ദേഹം ഈ ഒരു പ്രൊഫഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിശാലമായ ലോകവീക്ഷണം അത് വളരെ യുണീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിന്. വളരെ വിശാലമായ ഒരു മനോഭാവം അദ്ദേഹം എല്ലായ്പ്പോഴും എല്ലാ പ്രശ്നങ്ങളോടും നിലനിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിൽ, അതായത് ഫോർ എക്സാമ്പിൾ മദ്രാസിൽ ഉണ്ടായിരുന്ന പല ഫിലാന്ത്രോപ്പിസ്റ്റ്, മനുഷ്യ സ്നേഹപരമായ സേവനപരമായ ആക്ടിവിറ്റീസിലൊക്കെ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അദ്ദേഹം പെട്ടു. കഴിവ് അംഗീകരിക്കുന്ന പ്രകൃതമാണ് ബ്രിട്ടീഷുകാർക്കുള്ളത് എന്നതുകൊണ്ട് അവർ അദ്ദേഹത്തിന്റെ സേവനത്തെയും അദ്ദേഹത്തിന്റെ കഴിവുകളെയും തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഉള്ള ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പല കമ്മീഷൻസിന്റെയും, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന പല കമ്മീഷൻസിന്റെയും തലപ്പത്തും അതിൽ അംഗമായും ഒക്കെ വരുന്നത്. അങ്ങനെ അദ്ദേഹം പല റിഫോംസ് കമ്മീഷനിലും അദ്ദേഹം അംഗമാകുന്നു. മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പല ലോ റിഫോംസും കൊണ്ടുവരുന്നുണ്ട്. ചില ലോ റിഫോംസിന് വേണ്ടി കൊണ്ടുവരുവാനായി അദ്ദേഹം പല ബില്ലുകളെയും കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. 1915 ലോർഡ് ഹാർഡിംഗ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരിക്കുന്ന സമയത്താണ് ശ്രീ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു അംഗമായി നിയമിക്കപ്പെടുന്നത്. എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം, വനം, ഹെൽത്ത്, ആരോഗ്യം, ഈ 3 പോർട്ട്ഫോളിയോയാണ് അദ്ദേഹത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്. ലോർഡ് ഹാർഡിംഗ് ഒരു ജെന്റിൽമാൻ വൈസ്രോയി ആയിരുന്നു. ഇന്ത്യൻ ദേശീയ നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു ജെന്റിൽമാൻ വൈസ്രോയി. അദ്ദേഹത്തിന് ചെറ്റു ശങ്കരൻ നായരുടെ മേൽ അങ്ങേയറ്റത്തെ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരെ ബാധിക്കുന്ന എന്ത് പ്രശ്നവും ഒരു ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ മനസ്സിലാക്കണമെന്ന് വളരെ പർട്ടിക്കുലർ ആയിരുന്ന, നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു വൈസ്രോയി ആയിരുന്നു ലോർഡ് ഹാർഡിംഗ്. അദ്ദേഹം എന്ത് പ്രശ്നവും ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ മനസ്സിലാക്കുവാനായി ആശ്രയിച്ചിരുന്നത് സർ ശങ്കരൻ നായരെയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർഷനായിരുന്നു ലോർഡ് ഹാർഡിംഗ് അക്സെപ്റ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല, ലോർഡ് ഹാർഡിംഗിന്റെ പല ലെറ്റേഴ്സും പ്രസ്താവനകളും ഡ്രാഫ്റ്റ് ചെയ്തിരുന്നത് സർ ശങ്കരൻ നായരായിരുന്നു. അത്രത്തോളം വിശ്വാസം ലോർഡ് ഹാർഡിംഗിന് ഇദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു. പക്ഷേ സർ ശങ്കരൻ നായർ വന്നതിന് ശേഷം വളരെ കുറച്ചു കാലമേ ലോർഡ് ഹാർഡിംഗ് ഇന്ത്യയുടെ വൈസ്രോയി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ശേഷം ലോർഡ് ചെംസ്ഫോർഡ് വരുന്നു. ലോർഡ് ചെംസ്ഫോർഡുമായിട്ട് സർ ശങ്കരൻ നായരുടെ ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. ആ സമയത്താണ് 1919 വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള കരുനിയമം റൗലറ്റ് ആക്ട് വരുന്നത്. റൗലറ്റ് ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന് എതിർത്ത എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒരേ ഒരു അംഗം സർ ശങ്കരൻ നായരായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് ഡിസെൻഡിങ് നോട്ട് അദ്ദേഹം അതിൽ പുട്ടപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും കേൾക്കുക. 1919 ഏപ്രിൽ 13 വളരെ കുപ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നു.
അത് കഴിഞ്ഞ് അധികം താമസിയാതെ അത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ സർ ശങ്കരൻ നായരെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു. അത് ഒരിക്കലും അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയാണെങ്കിൽ മൈക്കിൾ ഡയർ എന്ന ഒരു ലഫ്റ്റനന്റ് ഗവർണറും റെജിനാൾഡ് ഡയർ എന്ന് പറയുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനും ചേർന്ന് വിചാരിച്ചാൽ ഇത്രയും സിവിലിയൻസിനെ കൊന്നൊടുക്കുവാൻ പറ്റുമെങ്കിൽ ഈ രാജ്യം ജീവിക്കുവാൻ കൊള്ളില്ല എന്ന് ഉറച്ച് പ്രസ്താവിച്ച് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സർ ശങ്കരൻ നായർ. അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് പോവുകയായിരുന്നു. ഓർക്കുക, ഒരു ഇന്ത്യക്കാരന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തിച്ചേരാവുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗം എന്നുള്ളത്. അത് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു. അതിനുശേഷം പിൽക്കാലത്ത് അദ്ദേഹം മൈക്കിൾ ഡയറിനെതിരെ ഒരു അവസാനമില്ലാത്ത യുദ്ധമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എത്രത്തോളം ഇവരെ എക്സ്പോസ് ചെയ്യുക, ജാലിയൻ വാലാബാഗിലും അതിനുശേഷവും പഞ്ചാബിൽ ബ്രിട്ടീഷുകാർ നടത്തിയ അട്രോസിറ്റീസ്, അതിക്രമങ്ങളെ കുറിച്ച് ലോകത്തിന്റെ പുറം ലോകത്തെ അറിയിക്കുക, പട്ടാള ഭരണത്തിന്റെ ചട്ടക്കൂടിനകത്ത്, അതായത് പ്രസ് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള മാർഷ്യൽ ലായുടെ ചട്ടക്കൂടിന് പുറത്തേക്ക് അവിടെ നടക്കുന്ന അട്രോസിറ്റീസ് എത്തിക്കുക എന്നുള്ള ഒരേ ഒരു മിഷനുമായിട്ടാണ് അദ്ദേഹം തന്റെ ശേഷിച്ച ജീവിതത്തിന്റെ ഒരു നല്ല പങ്കും ചിലവഴിച്ചത്. നിങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടിരിക്കും കരൺ ജോഹർ, അക്ഷയ് കുമാർ സിനിമ, അതായത് കേസരി 2. പക്ഷെ ഉള്ളത് തുറന്നു പറയുകയാണെങ്കിൽ ആ സിനിമ ചരിത്രത്തോട് ഒട്ടും നീതി പുലർത്താത്ത, എസ്പെഷ്യലി സർ ശങ്കരൻ നായരോട് ഒട്ടും നീതി പുലർത്താത്ത ഒരു സിനിമയാണ്. ആ സിനിമയെ വെച്ച് ഒരിക്കലും ചരിത്രത്തെയോ സർ ശങ്കരൻ നായരെയോ അസസ് ചെയ്യരുത്. അതൊന്നുമല്ല സർ ശങ്കരൻ നായർ. അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചേ മതിയാകും. എന്തായാലും അതിനുശേഷം മൈക്കിൾ ഡയറിനെയും മഹാത്മാഗാന്ധിയെയും എല്ലാവരുടെയും ഓരോരോ ഏരിയകളിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട് 1922 ഗാന്ധി ആൻഡ് അനാർക്കി എന്നൊരു പുസ്തകം. അതിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയെ വളരെ സിവിയർ ആയിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും അദ്ദേഹം ഖിലാഫത്തുമായി ചേർന്ന്, ഇല്ലാത്തൊരു ഖിലാഫത്തുമായി ചേർന്ന്, ആ സമയത്തേക്ക് തുർക്കിയിൽ കാലിഫേറ്റ് തന്നെ ഇല്ലാതായി കഴിഞ്ഞിരുന്നു. ആ ഇല്ലാത്ത ഒരു ഖിലാഫത്തിന് വേണ്ടി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ അതിനോട് കൂട്ടിക്കെട്ടി ഒരു നിഴലിച്ചതിന് പോയ മഹാത്മാഗാന്ധിയുടെ തീരുമാനത്തെ, അതിൽ നിന്നുണ്ടായ രാജ്യത്തുണ്ടായ കലാപങ്ങളെ, അതിൽ നിന്നുണ്ടായ വർഗീയ വിഭാഗീയതയെ, ഇതിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സർ ശങ്കരൻ നായർ ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അതിനൊപ്പം തന്നെ അടുത്തൊരു ചാപ്റ്ററിൽ പഞ്ചാബിൽ മൈക്കിൾ ഡയറും റെജിനാൾഡ് ഡയറും കൂടെ ചേർന്ന് നടത്തുന്ന അട്രോസിറ്റീസിനെ പറ്റി ഒരു നീണ്ട വിവരണം അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം 1-2 ലൈൻസിൽ മൈക്കിൾ ഡയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അദ്ദേഹമാണ്, അതായത് ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഡയർ ആണ് ഇതിന് ഉത്തരവാദി എന്ന രീതിയിലുള്ള പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനെതിരെ മൈക്കിൾ ഡയർ ഇംഗ്ലണ്ടിലെ കിങ്സ് കോർട്ടിൽ ഒരു മാനനഷ്ട കേസ് സർ ശങ്കരൻ നായർക്കെതിരെ കൊടുക്കുന്നുണ്ട്. ആ കേസ് സർ ശങ്കരൻ നായരുടെ ജീവിതത്തിലെ ഏറ്റവും ടോർമെന്റിംഗ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു. ആ കേസ് ഒരു ഇംഗ്ലീഷ് ജഡ്ജിന്റെ കീഴിൽ ഒരു ഇംഗ്ലീഷ് ജൂറിയുടെ മുന്നിൽ വെച്ചാണ് ആ കേസ് നടക്കുന്നത്. എന്തായാലും ഒരു വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ജൂറിയും ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ജഡ്ജും പിന്നെ അതിന്റെ കൂടെ ഉണ്ടായ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, നല്ല ഒരു അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യാൻ പറ്റിയില്ല, എൻഗേജ് ചെയ്ത് നല്ല അഡ്വക്കേറ്റ്സ് എല്ലാം കേസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിഡ്രോ ചെയ്യുക, ഇങ്ങനെയുള്ള പല ദൗർഭാഗ്യങ്ങളും വന്നത് കാരണം ആ കേസിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെയും ഓർക്കുക, ഇന്ത്യക്ക് വേണ്ടി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരുന്ന സമയത്ത് കോൺഗ്രസിന്റെ സീനിയർ ലീഡേഴ്സ് എല്ലാം ഇദ്ദേഹത്തെ പോയി കണ്ടിട്ടാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി കൗൺസിലിൽ വാദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സർ ശങ്കരൻ നായർ എപ്പോഴൊക്കെ രാജിവെക്കുവാൻ മുതിർന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ കോൺഗ്രസിന്റെ നേതാക്കളായ CF ആൻഡ്രൂസ് ഉൾപ്പെടെയുള്ളവരാണ്, മോത്തിലാൽ നെഹ്റുവിനെ പോലെ ഉള്ളവരാണ് അദ്ദേഹത്തിനെ പിന്തിരിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം അവർ പറയുന്നത്, ഇന്ത്യക്ക് വേണ്ടി വാദിക്കുവാൻ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വേണം എന്നുള്ളതാണ്. ഈ ഒരു മനുഷ്യനെ പറ്റിയാണ് K. മുരളീധരൻ ഇങ്ങനെ ഒരു റിമാർക്ക് പറയുന്നത്. ഇവിടെ പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ കേസ്, അതായത് തനിക്കെതിരെ മൈക്കിൾ ഡയർ ഫയൽ ചെയ്ത മാനനഷ്ട കേസ്, ആ കേസ് നടത്തുന്ന സമയത്തോ അതിനുശേഷമോ കോൺഗ്രസിന്റെയോ അതിന്റെ ഏതെങ്കിലും ഒരു നേതാക്കളുടെ സൈഡിൽ നിന്നോ സർ ശങ്കരൻ നായർക്ക് ഒരു വിധത്തിലുള്ള പിന്തുണയുമോ സഹായമോ സപ്പോർട്ടോ കിട്ടിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തെ എന്നും ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന, വേദനിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. പാഠ്യപദ്ധതികളിലൊന്നും ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ പിന്നെ വന്നിട്ടുള്ള തലമുറകൾക്കൊന്നും ഇങ്ങനൊരു മനുഷ്യൻ ചരിത്രത്തിൽ ജീവിച്ചിരുന്നതായി അറിയുവാനുള്ള അവസരം തീരെ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുവാനോ കൂടുതൽ അറിയുവാനോ ശ്രമിച്ചിട്ടുമില്ല. ഇപ്പോഴും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സർ ചേറ്റു ശങ്കരൻ നായരെ കുറിച്ച് അറിയുവാനായി ആരെങ്കിലും ഏതെങ്കിലും ചരിത്ര കൃതികൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടി വരുന്നു, മാറി മാറി വന്നിട്ടുള്ള കേന്ദ്ര സർക്കാരുകൾ, കോൺഗ്രസിന്റെ സർക്കാരുകൾ ഒരു കാര്യം
വളരെ ഉറപ്പിച്ചിരുന്നു. ഒരു കാരണവശാലും ഈ ഒരു മനുഷ്യൻ ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി വരുന്ന തലമുറകളുടെ കണ്ണിൽ പെടരുത്. അതിൽ അവർ ഒരു വലിയ പങ്ക് വരെ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അവിടെയും തീരുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടറായ ഇന്ദിരാഭവനിൽ, അതായത് വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലുള്ള ഇന്ദിരാഭവനിൽ എന്തുകൊണ്ടാണ് സർ ശങ്കരൻ നായരുടെ ഒരു ഛായാചിത്രം അവിടെ ഇല്ലാതെ പോയത്? ലണ്ടനിലെ പ്രശസ്തമായ നാഷണൽ പോർട്രേറ്റ് ഗാലറിയിൽ NPGയിലെ ഭിത്തികൾ അലങ്കരിക്കുന്ന സർ ശങ്കരൻ നായരുടെ ഒരു പോർട്രേറ്റ് എന്തുകൊണ്ടാണ് ഇന്ദിരാഭവനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുൻകാല ദേശീയ പ്രസിഡന്റിന്റെ ഒരു പോർട്രേറ്റ് ഛായാചിത്രം ഇല്ലാതെ പോയത്? അതിൽ ശ്രീ മുരളീധരനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒരു ഗവേഷണം നടത്തണം. അത് വളരെ അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് പാർട്ടിയുടെ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുവാനെങ്കിലും അത് സഹായിക്കും. പാർട്ടി പൂജയിൽ അധിഷ്ഠിതമല്ല എന്ന്, അല്ലെങ്കിൽ വ്യക്തിപൂജയിൽ അധിഷ്ഠിതമാണെന്നുള്ള മുറവിളിയെ ഒന്ന് റിപ്യൂഡിയേറ്റ് ചെയ്യാനെങ്കിലും അത് ഉപകരിച്ചേക്കും.